ഈ ക്വസ്റ്റ്യൻ നോക്കാം. യൂസിങ് ബോർസ് മോഡൽ കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ദ ഇലക്ട്രോൺ ഇൻ എ ഹൈഡ്രജൻ ആറ്റം ഇൻ ദ n equal to 1, 2, 3 ലെവൽസ്. ഇതെങ്ങനെ ചെയ്യും? ഫിഗർ വരയ്ക്കേണ്ട കാര്യം തന്നെ മനസ്സിലായല്ലോ. ഒരു ഹൈഡ്രജൻ ആറ്റം, ഇതാണ് ന്യൂക്ലിയസ്, ഫസ്റ്റ് എനർജി സ്റ്റേറ്റ്, സെക്കൻഡ് എനർജി സ്റ്റേറ്റ്, ഇതേപോലെ ഹയർ എനർജി സ്റ്റേറ്റ്സുകളൊക്കെ ഉണ്ട്. n equal to 1, n equal to 2 and n equal to 3 എക്സെട്ര. ഇവിടെ വരുന്ന ഇലക്ട്രോണിൻ്റെ സ്പീഡ് എത്രയാണ്? ഇവിടെ വരുമ്പോഴുള്ള വെലോസിറ്റി എത്രയാണ്? ഇവിടെ ആവുമ്പോഴുള്ള വെലോസിറ്റി, ഇവിടെ ആവുമ്പോഴുള്ള വെലോസിറ്റി അത് കാണണം. ഓൾസോ ഫൈൻഡ് ദ ഓർബിറ്റൽ പീരീഡ്. ഓക്കെ, അതും കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ V1 ഇതിനു മുമ്പ് ഓൾറെഡി ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കണം. എക്സാമ്പിൾ 12.3 ഒന്ന് വാച്ച് ചെയ്യണം. ഇതിനു മുമ്പ് ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ R1ഉം V1ഉം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓർബിറ്റലിൻ്റെ റേഡിയസ് ആൻഡ് വെലോസിറ്റി രണ്ടും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടാമത് ഡിസ്കസ് ചെയ്യുന്നില്ല. ഫസ്റ്റത്തെ ഓർബിറ്റിൻ്റെ റേഡിയസ് R1 എന്ന് പറയും, വെലോസിറ്റി V1 എന്നും പറയും. അപ്പോൾ ആ വീഡിയോ നോക്കി, അത് ഓർമ്മയില്ലെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കണ്ടാൽ മതി. അപ്പോൾ വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ബൈ ഹാർട്ടാക്കി വെക്കാൻ, എങ്കിലും അതിൻ്റെ ഡെറിവേഷൻ അറിഞ്ഞിരിക്കണം. R1 നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു 0.53 ആങ്സ്ട്രോം. ആൻഡ് ഫസ്റ്റ് എനർജി സ്റ്റേറ്റിലുള്ള വെലോസിറ്റി നമ്മളവിടെ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? 2.2 ഇൻറ്റു 10⁶ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇത് ബൈ ഹാർട്ടാക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ഓർമ്മയില്ലെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണാം. എക്സാമ്പിൾ 12.3. ഇനി ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, നമുക്ക് വേണ്ടത് റേഡിയസും ഓരോ ഓർബിറ്റലിൻ്റെയും റേഡിയസും വേണം, വെലോസിറ്റിയും വേണം. കാരണം ടൈം പീരീഡ് കാണണമെങ്കിൽ അതെല്ലാമേ ആവശ്യമുണ്ട്. റേഡിയസും വേണം, സ്പീഡും വേണം. അപ്പോൾ നമ്മളെ കയ്യിലൊരു ഫോർമുല ഉണ്ടല്ലോ, RN ഈസ് ഈക്വൽ ടു അല്ലേ? RN ഈസ് ഈക്വൽ ടു എന്താണ് ഫോർമുല ഓർക്കുന്നുണ്ടോ? R1 ഇൻറ്റു n². ഇങ്ങനൊരു ഫോർമുലയുണ്ട്. R1 ബൈ ഹാർട്ടാക്കി വെച്ചോ. R1 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു എനർജി സ്റ്റേറ്റിൻ്റെയും റേഡിയസ് കാണാൻ പറ്റും. അപ്പോൾ R1 കാണാനായിട്ട് R1 നമുക്കറിയാമല്ലോ. R2 കാണണമെങ്കിൽ n-ന് 2 കൊടുത്താൽ മതി. R1 എന്ന് പറഞ്ഞാൽ 0.53 ആങ്സ്ട്രോം ആണ്. ഇൻറ്റു 2² ചെയ്ത് കഴിഞ്ഞാൽ R2 കിട്ടും. ഓക്കെ, ക്ലിയർ ആയല്ലോ? മനസ്സിലായില്ലേ? RN ഈക്വൽ ടു R1 ഇൻറ്റു n² എന്നാണല്ലോ. അപ്പോൾ സെക്കൻഡ് R2 കാണണമെങ്കിൽ മനസ്സിലായല്ലോ. സെക്കൻഡ് എനർജി സ്റ്റേറ്റിൻ്റെ റേഡിയസ് R2 കാണണമെങ്കിൽ n-ന് 2 കൊടുക്കുക. അപ്പോൾ 0.53 ഇൻറ്റു 2² എന്ന് വരും. അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കട്ടെ, കാൽക്കുലേഷൻ പറയുന്നില്ല. അത് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ 2.12 ആങ്സ്ട്രോം ആയിരിക്കും കിട്ടുക. ആങ്സ്ട്രോം എന്ന് പറഞ്ഞാൽ 10⁻⁻10 ആണ്. എഴുതാൻ എളുപ്പത്തിന് വേണ്ടി എഴുതിയതാണ്. അതുപോലെ R3 തേർഡ് ഓർബിറ്റൽ റേഡിയസ് R3 R1 ഇൻറ്റു 3² ആയിരിക്കും വരാം. കാരണം RN ഈക്വൽ ടു R1 ഇൻറ്റു n² അല്ലേ? അപ്പോൾ R3 എന്ന് പറയുമ്പോൾ R1 ഇൻറ്റു 3² വരും. അതായത് 0.53 ഇൻറ്റു 3² 9 ആണല്ലേ? കറക്റ്റ് ആണല്ലോ. 0.53 ഇൻറ്റു 9 അത് എത്രയാണെന്ന് നോക്കട്ടെ. 0.53 ഇൻറ്റു 9 ചെയ്ത് കഴിഞ്ഞാൽ 4.77 ആങ്സ്ട്രോം കിട്ടും. നമുക്കപ്പോൾ റേഡിയസ് എല്ലാം കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെലോസിറ്റി കാണണം. അതിൽ ആ V1 ഇതിനു മുമ്പ് ഡിറൈവ് ചെയ്തിരുന്നു, രണ്ടാമത് പറയണില്ല. V2 കാണണമെങ്കിൽ നമ്മളെ കയ്യിലുള്ള ഫോർമുല Vn ഈക്വൽ ടു V1/n എന്ന് പറഞ്ഞൊരു ഫോർമുലയുണ്ട്. ശരിയല്ലേ? ഈ രണ്ട് ഫോർമുലാസും നമ്മൾ ബൈ ഹാർട്ടാക്കിയിട്ടുള്ള ഫോർമുലയാണ്. Vn ഈക്വൽ ടു V1/n. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഓർബിറ്റിലുള്ള വെലോസിറ്റീസും കിട്ടും. അപ്പോൾ നമുക്ക് V2 കാണാനായിട്ട് എന്ത് ചെയ്യണം? V2 കാണണമെങ്കിൽ n-ന് 2 കൊടുക്കുക, V1/2 വരും. ശരിയല്ലേ? V1/2 വരും. അതിൽ V1 എന്താണെന്ന് അറിയാമല്ലോ നമുക്ക്.
V1 എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 1.09 ഇൻറ്റു 10⁻⁶ മീറ്റർ/സെക്കൻഡ് കിട്ടും. V3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1/3 ആണ്. ഓക്കെ ആണല്ലോ. തേർഡ് ഓർബിറ്റൽ വെലോസിറ്റി V1/3 ആണ്. V1 എന്ന് പറഞ്ഞാൽ 2.2 ഇൻറ്റു 10⁻⁶ ആണല്ലോ. ഡിവൈഡ് ബൈ 3 ചെയ്യുക. അപ്പോൾ ഡിവൈഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ 0.72 അപ്രോക്സിമേഷൻ ആണ് കേട്ടത് ഇൻറ്റു 10⁻⁶ മീറ്റർ/സെക്കൻഡ് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി ടൈം പീരീഡ് കാണണം അല്ലേ. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ഇലക്ട്രോണ് റിവോൾവ് ചെയ്യുകയാണല്ലോ, ഇതിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഒരു സ്ഥലത്ത് നിന്ന് കറങ്ങിയിട്ട് അവിടെ തന്നെ തിരിച്ചെത്താൻ വേണ്ട സമയം, ഇലക്ട്രോൺ 1 റവല്യൂഷൻ കംപ്ലീറ്റ് ആക്കാനുള്ള സമയം, അതാണ് ടൈം പീരീഡ്. ടൈം പീരീഡ് കാണാനുള്ള ഫോർമുല ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഒരു nth എനർജി സ്റ്റേറ്റിലാണ് കറങ്ങണമെങ്കിൽ അവിടെ വരുന്ന ടൈം പീരീഡ് ഞാൻ T എന്ന് എഴുതിക്കോട്ടെ. അത് കാണാനുള്ള ഫോർമുല പഠിച്ചിട്ടുണ്ടല്ലോ. 2πr/v എന്ന് പറഞ്ഞൊരു ഫോർമുല ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അത് ഡിറൈവ് ചെയ്യണില്ല, അത് അങ്ങനെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ഇലക്ട്രോണ് അല്ലെങ്കിൽ ഒരു സർക്കുലർ മോഷനിൽ ഒരു ബോഡി കറങ്ങുമ്പോൾ ഒരു റവല്യൂഷൻ കംപ്ലീറ്റ് ആക്കാനുള്ള സമയം 2πr/v ആണ്. r എന്ന് പറഞ്ഞാൽ റേഡിയസ്, v എന്ന് പറഞ്ഞാൽ സ്പീഡ്. ഇപ്പം nth എനർജി സ്റ്റേറ്റിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ ടൈം പീരീഡ് കാണണമെങ്കിൽ 2πrn/v എന്ന് എഴുതാം. ഇതിൻ്റെ ഫോർമുല ഒന്ന് ആദ്യം റെഡി ആക്കട്ടെ, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2π ഇൻറ്റു rn. rn എന്ന് പറഞ്ഞാൽ r1 ഇൻറ്റു n². ഞാൻ ഫോർമുല എഴുതിയിട്ട് ചെയ്യാൻ വേണ്ടിയാണ്. r1 ഇൻറ്റു n². vn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v1/n ആണ്. vn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? v1/n ആണ്. ഈ n മുകളിലോട്ട് പോവില്ലേ, ഈ താഴെയുള്ള n മുകളിലോട്ട് പോകും. n² ഇൻറ്റു n ആവും. n³ ഇൻറ്റു 2πr1/v1 എന്ന് കിട്ടും അല്ലേ, ശരിയല്ലേ? n³ ഇൻറ്റു 2πr1/v1 എന്ന് കിട്ടും. അപ്പോൾ നമുക്കൊരു ഫോർമുല റെഡി ആയിട്ടുണ്ട്. nth എനർജി സ്റ്റേറ്റിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ ടൈം പീരീഡ് n³ ഇൻറ്റു 2πr1/v1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോർമുല കണ്ടാൽ മനസ്സിലാവുമല്ലോ. 2πr1/v1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എനർജി സ്റ്റേറ്റിലുള്ള ടൈം പീരീഡ് എന്നല്ലേ ഇതിൻ്റെ അർത്ഥം. r1v1 അല്ലേ. അപ്പോൾ 2πr1/v1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എനർജി സ്റ്റേറ്റിലുള്ള ടൈം പീരീഡാണ്. അപ്പോൾ ഇതും ബൈ ഹാർട്ടാക്കി വെച്ചാൽ നല്ലതാണ്, എങ്കിലും ഡെറിവേഷൻ അറിഞ്ഞിരുന്നേര്. അപ്പോൾ nth എനർജി സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിൻ്റെ ടൈം പീരീഡ് കാണാനുള്ള ഫോർമുല n³ ഇൻറ്റു ഫസ്റ്റ് എനർജി സ്റ്റേറ്റിലുള്ള ടൈം പീരീഡ്. അപ്പോൾ T1 കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് എനർജി സ്റ്റേറ്റിലുള്ള ടൈം പീരീഡും ഈ ഫോർമുല ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം T1 കണ്ടുവെക്കാം. T1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2πr1/v1 ആണ്. 2 ഇൻറ്റു 3.14 ഇൻറ്റു r1. r1 നമ്മൾ അറിയാം 0.53 ആങ്സ്ട്രോം. 0.53 ഇൻറ്റു 10⁻⁻10 ബൈ v1. v1 നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. 2.2 ഇൻറ്റു 10⁻⁶. ചെയ്തു വരുമ്പോൾ നമുക്ക് T1 കിട്ടും. കാൽക്കുലേഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. 1.52 ഇൻറ്റു അപ്രോക്സിമേറ്റ് ആണ് 10⁻⁻16 സെക്കൻഡ്സ്. ഇത്രയും സെക്കൻഡാണ് ടൈം പീരീഡ്. T2 കാണണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറയാമോ? സെക്കൻഡ് ഓർബിറ്റിലുള്ള ടൈം പീരീഡ് Tn കാണണമെങ്കിൽ n³ ഇൻറ്റു T1 ആണ്. അപ്പോൾ T2 കാണണമെങ്കിൽ 2³ ഇൻറ്റു T1 ചെയ്യണം. 2³ ഇൻറ്റു T1 8 ഇൻറ്റു T1 അറിയാമല്ലോ വാല്യൂ. അപ്പോൾ 8 ഇൻറ്റു ദിസ് നമ്പർ. കാൽക്കുലേഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വാല്യൂ എഴുതി വെക്കുന്നുള്ളൂ, നിങ്ങൾ ചെയ്തു നോക്കാം. 1.22 ഇൻറ്റു 10⁻⁻15 സെക്കൻഡ്സ്. ഇനി T3 കൂടിയും കാണാൻ പറഞ്ഞിട്ടുണ്ട്. T3 കാണണമെങ്കിൽ ഇവിടെ n-ന് 3 കൊടുക്കുമ്പോൾ 3³ ഇൻറ്റു T1.
3³ ഇൻറ്റു T1, അതായത് 27 ഇൻറ്റു T1 ചെയ്തു വരുമ്പോൾ 4.12 ഇൻറ്റു 10⁻⁻15 സെക്കൻഡ്സ്. ഇത്രയും ക്ലിയർ ആയല്ലോ ഈ ക്വസ്റ്റ്യൻ?